Alright, good morning guys. Welcome back to a new vlog. ഇന്ന് ഞാൻ എൻ്റെ ഫുൾ ഡേ ഓഫ് ഈറ്റിംഗ് എന്താണെന്ന് കാണിച്ചു തരാൻ പോകണം. ലൈക്ക് ഞാൻ ഒരു ദിവസം എന്തൊക്കെ കഴിക്കും, അതിലെത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, കാർബ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫാറ്റ് ഉണ്ട്, അതെല്ലാം ഞാൻ ലൈക്ക് വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഓരോ മീൽസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഞാനിപ്പോൾ ജിമ്മിൽ നിന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് നിൽക്കുകയാണ്. സോ എൻ്റെ ഫസ്റ്റ് മീൽസിന് മുമ്പ് ഞാനൊരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കും. അപ്പോൾ ബേസിക്കലി അത് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പം നമുക്ക് എന്താ കഴിക്കുന്നത് നോക്കാം. ഓൾറൈറ്റ്, സോ ഞാൻ ഫസ്റ്റ് മീൽ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ കാർഡിയോ ചെയ്തായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് മീൽ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് 2 റൈസ് കേക്കാണ്. ഓക്കെ, ഇത് റൈസ് കേക്ക്, പിൻഡോളയുടെ റൈസ് കേക്ക്, ലൈക്ക് എന്താ പറയുക, നാച്ചുറൽ റൈസ് കേക്ക്. ഓക്കെ, അപ്പോൾ 2 റൈസ് കേക്ക്, നമുക്ക് ഓട്സ് ആണുള്ള. സോ ഓട്സിൽ ബേസിക്കലി കുറച്ച് കൊക്കോ പൗഡർ കൂടി. ഓക്കെ, ഞാൻ കൊക്കോ പൗഡർ മെഷറൊന്നും ചെയ്തില്ല. ഓക്കെ, സോ ഈ ഒരു അളവ് കൊക്കോ പൗഡർ ഇടും. സോ ഇതിനകത്ത് എത്ര ഗ്രാം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഓൾമോസ്റ്റ് 85 ഗ്രാം ഓട്സ് ഉണ്ട്, 250 ml പാലുണ്ട്, അതുപോലെ തന്നെ 30 ഗ്രാം കോൺഫ്ലെക്സ് ഉണ്ട്, ഒരു 10 ഗ്രാം പീനട്ട് ബട്ടറാണ്, 10 അല്ല 10 ഗ്രാം പീനട്ട് ബട്ടറാണ്, പിന്നെ ഒരു 100 ഗ്രാംസ് ബനാന, അതുപോലെ തന്നെ എന്താ പറയുക ഇത്രയും കൊക്കോ പൗഡറും പിന്നെ ശകല ഉപ്പും ഇതിനകത്തിലും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മീല്, അതായത് ഞാൻ ജിമ്മിൽ നിന്ന് വന്നെടുക്കുന്ന ഫസ്റ്റ് മീല് ഓട്സ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു 7 eggs എടുക്കും. അപ്പോൾ 7 eggsനകത്ത് 5 വൈറ്റ്സും 2 ഹോൾ എഗ്ഗുമാണ് എടുക്കുന്നത്. അതിപ്പോൾ ഞാനിത് കഴിക്കും. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കുന്നത്. ഇനി നമ്മൾ ലഞ്ച് എന്താ കഴിക്കുന്നത് നമ്മൾ ഉച്ചയ്ക്ക് കാണാം. ഓൾറൈറ്റ്, സോ നമ്മുടെ നെക്സ്റ്റ് മീല് സെയിം ആണ്. ഓക്കെ, ഫസ്റ്റ് മീൽ കണക്കുള്ള സെയിം മീലാണ്. ഓട്സ് തന്നെയാണ്, ചെറിയ രീതിയിൽ ക്വാണ്ടിറ്റീസിൽ ഡിഫറൻസേ ഉള്ളൂ. ലൈക്ക് ഓട്സ് 80 എന്നുള്ളത് 90 ഗ്രാം ആകും. അങ്ങനെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് നെക്സ്റ്റ് മീല്. ഇനി സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സപ്ലിമെൻറ്റ്സ് ഞാൻ മാറ്റുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. സപ്ലിമെൻറ്റ്സ് ഞാൻ മുമ്പ് ക്രിയേറ്റീൻ മാത്രം എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്രിയേറ്റീനും ഒരു ഫിഷ് ഓയിലും അതുപോലെ തന്നെ ഒരു സ്കൂപ്പ് വേയും എടുക്കാറുണ്ട്. ഓക്കെ, ഡെയിലി. അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് മീല്. ഇത് കഴിച്ചിട്ട് ഇനി അടുത്ത മീല് ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ പോകാം. Okay, so meal number 3. Meal number 3 consists of 50 grams of raw rice. 50 ഗ്രാം റൈസ് റോ ആണ് ഞാൻ മെഷർ ചെയ്യുന്നത്. പിന്നെ 200 grams of chicken and around 50 to 100 grams of vegetables. ഓക്കെ, സോ ഇതാണ് നമുക്ക് എനിക്ക് മീൽ നമ്പർ 3 ആയിട്ട് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ബേസിക്കലി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട്, അതായത് മീൽ 3 കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിൽ പോയിട്ട് എന്താ പറയുക വർക്കൗട്ട് ചെയ്യുന്നത്. ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് അടുത്ത മീൽ അവിടെ തന്നെ ആയിരിക്കും. അടുത്ത മീൽ എന്ന് പറയുമ്പോഴത്തേക്ക് 2 ചപ്പാത്തി 4 മുട്ടയും അതുപോലെ തന്നെ പോസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞ് ഒരു സ്കൂപ്പ് വേയും ആയിരിക്കും അവിടെ ജിമ്മിൽ എടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മീൽ ഞാൻ നിങ്ങൾക്ക് വന്ന് കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ വർക്കൗട്ടിന് മുമ്പ് എടുക്കുന്ന മീല്. ഓക്കെ, ഇനി ഇന്നത്തെ വർക്കൗട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതായിരിക്കും. എന്നിട്ട് നെക്സ്റ്റ് മീൽ ഞാൻ കാണിച്ചു.
എൻ്റെ ലാസ്റ്റ് മീൽ ഓഫ് ദ ഡേ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇതിന് മുമ്പൊരു മീൽ എടുത്താൽ ജിമ്മിൽ വെച്ച് ഞാൻ പറഞ്ഞു, ഞാനൊരു സ്കൂപ്പ് പേയും 4 മുട്ടയും അതുപോലെ തന്നെ 2 ചപ്പാത്തി. ഇപ്പോൾ 4 മുട്ടയ്ക്കകത്ത് ഞാൻ 2 ഹോളും 2 വൈറ്റുമാണ് കഴിക്കുന്നത്. ലാസ്റ്റ് മീൽ സെയിം നമ്മൾ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് കഴിക്കുന്ന മീലാണ്. ഓക്കെ, ലാസ്റ്റ് മീൽ നമുക്ക് ചിക്കനും റൈസും തന്നെയാണ്. സെയിം ക്വാണ്ടിറ്റിയിലുള്ള ചിക്കൻ റൈസാണ്. ഓക്കെ, സെയിം ക്വാണ്ടിറ്റി ഞാൻ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ 50 grams റൈസും റോ ക്വാണ്ടിറ്റി റൈസും 200 grams ചിക്കനുമാണ് സെയിം ക്വാണ്ടിറ്റി. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫുൾ ഡേ ഓഫ് ഈറ്റിംഗ്. ഇതിൻ്റെ കൂടെ ഞാൻ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ലൈക്ക് ഒരു 100 grams യോഗോട്ടും കൂടെ കഴിക്കും. സോ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഫുൾ ഡേ ഓഫ് ഈറ്റിംഗ് എലോങ് വിത്ത് സപ്ലിമെൻറ്റ്സ് ആയിട്ടേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇതിൽ ഇനി എന്തെങ്കിലും ലൈക്ക് മാറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂച്ചറിൽ മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വേറൊരു വീഡിയോ ചെയ്തായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.